ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ക്രൂശിലെ 6-ാമത്തെ മൊഴിയാണ്. വചനം ഇങ്ങനെയാണ്: പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു. നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യേശു ക്രൂശിൽ പറഞ്ഞ അവസാന വാക്കുകൾ എന്താണ്? ഒരു വാക്കിൽ തന്നെ മനുഷ്യരുടെ രക്ഷയുടെ കഥ പൂർത്തിയായി. എന്താണ് യേശു നിവൃത്തിയായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തിയായി, വിജയിച്ചു, കടം തീർത്തു, നമ്മുടെ പാപത്തിൻ്റെ വില അവൻ തീർത്തു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് നമ്മുടെ പാപങ്ങളുടെ വില അവൻ നൽകി. വലിയൊരു വിജയം അവിടെ നേടി. നിന്റെ പാപത്തിൻ്റെ വില നീ നൽകേണ്ടതില്ല. ഇതിനകം തന്നെ പൂർത്തിയായി. മുമ്പ് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു മതിൽ ഉണ്ടായിരുന്നു. പക്ഷേ യേശുവിൻ്റെ വാക്ക് നിവൃത്തിയായി. ആ മതിൽ പൊളിച്ചു. സഹോദരങ്ങളെ, യേശു ഈ നിമിഷം നിന്നോട് പറയുന്നു, നിന്റെ പ്രശ്നങ്ങളും പൂർത്തിയാകും. ഞാൻ തുടങ്ങി വച്ചത് ഞാൻ തന്നെ പൂർത്തിയാക്കും. രോഗം, സാമ്പത്തിക പ്രശ്നം, കുടുംബം, ഏതു തന്നെ ആയാലും ഇന്ന് ദൈവം നിനക്ക് നൽകുന്ന ഉറപ്പ്, ഞാൻ ആരംഭിച്ചതിനെ ഞാൻ തന്നെ പൂർത്തിയാക്കും. പ്രിയ സഹോദരങ്ങളെ, ആ ക്രൂശിൽ നിന്റെ പേർ പറഞ്ഞു നിവൃത്തിയായി. നിനക്ക് വേണ്ടിയായിരുന്നു അത്. നീ ഇന്നും വിഷമത്തിലായിരിക്കുമ്പോഴും ദൈവം പറയുന്നു, ഞാനെല്ലാം നിനക്ക് വേണ്ടി മുൻപേ ചെയ്തു കഴിഞ്ഞു. എല്ലാം പൂർത്തിയാകുന്ന സമയം നിനക്കുമുണ്ട്. സഹോദരങ്ങളെ, ഇപ്പോൾ ഈ നിമിഷം നീ എവിടെയായാലും കണ്ണടച്ച് ഈ പ്രാർത്ഥന പറയൂ. കർത്താവായ യേശുവേ, നീ ക്രൂശിൽ പറഞ്ഞ നിവൃത്തിയായി എന്ന വാക്ക് എൻ്റെ ജീവിതത്തിലും സത്യമായി തീരട്ടെ. എൻ്റെ പാപങ്ങൾ നീ ക്ഷമിക്കണമേ. എൻ്റെ ജീവിതം നീ കൈകളിൽ എടുക്കണമേ. ആത്മീയമായ ശുദ്ധി എനിക്ക് അവിടുന്ന് നൽകണമേ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ആയുസ്സും ആരോഗ്യവും അവിടുന്ന് നൽകണമേ. എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ യേശുവേ, എൻ്റെ കുറവുകളെ അവിടുന്ന് കണക്കിടരുതേ. കഴിവില്ലാത്ത എന്നെ നിറവാക്കി അവിടുന്ന് മാറ്റണമേ. യോഗ്യതയില്ലാത്ത എന്നെ യോഗ്യതയുള്ളവനാക്കി മാറ്റണമേ. എൻ്റെ ജീവിതം വളരെ അത്ഭുതകരമാക്കി മാറ്റണമേ. എന്നെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ ക്രൂശിൻ്റെ സ്നേഹം അവിടുന്ന് നിറയ്ക്കണമേ. ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവസ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ആത്മീയ ജീവിതത്തെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഭാവി ജീവിതത്തെ അവിടുന്ന് നിറവാക്കി തരണമേ. നിവൃത്തിയായി എന്ന സത്യം എൻ്റെ ജീവിതത്തിലും അവിടുന്ന് പ്രാവർത്തികമാക്കണമേ. യേശുവിൻ്റെ തങ്കച്ചിറകിൻ കീഴിൽ ഞങ്ങളെ അവിടുന്ന് മറയ്ക്കണമേ. വചനത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ചോദിച്ച കാര്യങ്ങൾ ചുരുക്കമെങ്കിലും ധാരാളം നന്മകളാൽ കൊണ്ട് നിറയ്ക്കണമേ.